ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പെപ്പർ ചിക്കൻ. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്. കൈകൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. 1/2 മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ചേർക്കാം. സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്. ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ചെറിയുള്ളി ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വലിയ ഉള്ളി എടുക്കുന്നേ ഉള്ളൂ. ഇളക്കി കൊടുക്കാം. ഇനി സവാളയുടെ കളറെല്ലാം മാറി ഒരു ഗോൾഡൻ കളറായി വരാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സവാളയുടെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, ഞാനൊരു 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തത്, ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക്, നന്നായി പഴുത്ത തക്കാളി അരിഞ്ഞത്. വലിയൊരു തക്കാളിയാണ് എടുത്തത്. ഇപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ 2 എടുത്തോളൂ കേട്ടോ. ഇനി തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. അതുവരെ നമുക്കൊന്ന് ഇളക്കിക്കൊള്ളാം. പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കുക. അതിനുശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. പൊടികളുടെ എല്ലാം പച്ച വാസന പോകുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പ് കൂടി ചേർക്കാം. ചിക്കനിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തതാണ്. ഈ മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർക്കാം. തയ്യാറാക്കി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കാം. നന്നായിട്ട് ഇളക്കി ഒഴിച്ച് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കും. അടച്ചു വെച്ച് വേവിക്കും. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാം. വെന്തിട്ടൊന്നുമില്ല, വെന്ത് വരുന്നേ ഉള്ളൂ. അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എന്താ ചിക്കനെല്ലാം പാകത്തിന് വെന്ത് വെള്ളമെല്ലാം വറ്റിയടിയിരിക്കുന്നു. ഞാൻ ഈ ഒരു പാകത്തിലാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നാളികേരം പാൽ ഒഴിച്ച് ചേർത്ത് കൊടുക്കാം. അതൊന്നും ഒരു ചൂടാകുമ്പോൾ എടുത്താൽ മതി. ഞാൻ ഈ ഒരു പാകത്തിലാണ് ഇപ്പോൾ എടുക്കുന്നത്. ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ബ്രെഡിൻ്റെയൊക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെയും ചേരുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.